തൃശൂർ ലുലുവിന്റെ കേസ് ഉദ്യോഗസ്ഥന്മാരുടെ അറിവില്ലായ്മയാണ് കേരള ഹൈക്കോടതി. തൃശൂർ ലുലുവിന്റെ കേസ് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ അറിവില്ലായ്മയുടെ ക്ലാസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണെന്ന് വേണം പറയാൻ. RDOയുടെ ഫുൾ ഫോം പോലും അറിയാത്ത കൃഷി ഓഫീസർമാരാണ് ഈ അപേക്ഷകൾ പരിഗണിക്കാനായിട്ട് കൃഷി ഓഫീസിൽ ഇരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ അറിവില്ലായ്മയാണ് കേസുകൾ പെരുകുന്നതെന്ന് കണ്ടെത്തി കേരള ഹൈക്കോടതി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണമെന്ന് 2022 പറഞ്ഞിട്ടുണ്ട്. TRC റിപ്പോർട്ടില് ഫാലോ ലാൻഡ് ഇൻ 2006 എന്ന് പറയുന്നുണ്ട്. ഈ ഫാലോ ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? തരിശ് ഭൂമിയാണ്. സോ നമ്മൾ അവിടെ ഒരു അസംഷൻ നമുക്ക് നെൽകൃഷിക്ക് യോഗ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. ഫാലോ ലാൻഡ് എന്ന് പറയുമ്പോൾ നെൽകൃഷിക്ക് യോഗ്യമായിട്ടുള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ 2006 തരിശ് ഭൂമി എന്ന് പറയുമ്പോൾ 2008 മുമ്പ് പരിവർത്തനപ്പെടുത്തി എന്ന് പറയേണ്ടി വരില്ലേ? ഈ ഫാലോ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഡി ലാൻഡ് അല്ല എന്ന് 2020 തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഉത്തരവായിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് 4500-ലധികം ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ നിലവിൽ പെൻഡിംഗാണ്. 3 ലക്ഷത്തിനോടടുത്ത അപേക്ഷകൾ RDOമാരുടെ പരിഗണനയിലുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ അറിവില്ലായ്മയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. ലുലുവിനെ പോലുള്ള ഇത്രയും വലിയൊരു വ്യവസായിയുടെ പോലും അവസ്ഥ ഇതാണെങ്കിൽ ഒരു 5 സെന്റ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നികത്താൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.